വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. ദെൻ എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് പെട്ടെന്ന് ചെയ്തേ, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ലൈക്ക് ചെയ്തോ? സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് നിങ്ങളോട് സിൻടാക്സ് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയാണ് സിൻടാക്സും പഠിക്കണം കേട്ടോ. ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷനിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുക. അതായത് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കില്ല, അത് ടെക്സ്റ്റ് എക്സ്പ്രഷനിലാണ്. ദെൻ ബോഡിയിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ കൊടുക്കുന്നു. ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ I++ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആക്കോ അല്ലെങ്കിൽ ഡിക്രീസ് ആക്കോ അത് കൊടുക്കുമല്ലോ. അതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇതാണ് ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് മെയിൻ കമ്പോണൻറ്റ്. സോ അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. മോഡുലർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോഡുലർ പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? റെഡ്യൂസ് സൈസ് ഓഫ് എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കും. റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ സാധിക്കും. ലെസ് ചാൻസസ് ഓഫ് എറർ, മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് കുറയും. റീയൂസബിലിറ്റി, നമുക്കത് പിന്നീട് വേറെ പ്രോഗ്രാമുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഡിഫറൻഷിയേറ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്, അതിന് കണ്ടന്റ് ലേഔട്ട് എല്ലാം ഫിക്സഡ് ആണ്. വെബ് ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത്, അതിൽ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഡൈനാമിക് വെബ് പേജിൻ്റെ കണ്ടന്റ് ലേഔട്ടും എപ്പോഴും ഡൈനാമിക് ആണല്ലോ, മാറിക്കൊണ്ടിരിക്കും. വെബ് ബ്രൗസറിലാണ് അത് റൺ ചെയ്യുന്നത്, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് ബ്രൗസറിൽ തന്നെയാണ്. ദെൻ ഡേറ്റാബേസ് ഇതിൽ യൂസ് ചെയ്യും, പക്ഷേ ഇതിനെന്താണ് പ്രോഗ്രാമിംഗ് സ്കില്ല് ആവശ്യമായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ വെബ് പേജ് ഈസ് ക്രിയേറ്റഡ് ടു ഡിസ്പ്ലേ ദ റിസൾട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അത് ഏത് ടൈപ്പ് വെബ് പേജാണ്? ഡൈനാമിക് വെബ് പേജാണ്. കാരണം എന്താ, അതിൻ്റെ കണ്ടൻറ്റ് ഓരോ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് മാറിക്കൊണ്ടിരിക്കണം. അതിന് 2 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കണ്ടന്റിലെ ലേഔട്ട് മാറിക്കൊണ്ടിരിക്കും, അത് ഡേറ്റാബേസ് യൂസ് ചെയ്യുമെന്നുള്ളതാണ്. ദെൻ റൈറ്റ് എനി 2 മെത്തേഡ്സ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ്സ് ഇൻ HTML ഡോക്യുമെൻറ്റ്. HTML ഡോക്യുമെൻ്റ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലും, അതായത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിട്ട്, ബോഡി സെക്ഷനിൽ ബോഡി ടാഗിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ എക്സ്പ്ലെയിൻ ദ HTML ടാഗ് ടേബിളും അതിൻ്റെ ആട്രിബ്യൂട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ HTML പേജിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബോർഡർ കാണിക്കണോ വേണ്ടിയോ എന്നുള്ളതിന്. BG കളർ ഉണ്ട്, അത് ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെൽ സ്പേസിങ് എന്ന് പറഞ്ഞാൽ സെല്ലുകൾ തമ്മിലുള്ള സ്പേസ് കൊടുക്കുന്നതിനും. സെൽ പാഡിങ് എന്ന് പറഞ്ഞാൽ സെൽ ബോർഡറും അതിൻ്റെ ഉള്ള കണ്ടൻറ്റും നമ്മൾ എന്തുമാത്രം സ്പേസ് കൊടുക്കണം എന്നുള്ളതിനുമാണ് സെൽ പാഡിങ് വരുന്നത്. അതിന് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് HTML കോഡ് ടു ജനറേറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് കോഡാണ് കൊടുക്കേണ്ടത്? അപ്പോൾ ടേബിൾ ബോർഡർ നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ ടാഗിൽ ബോർഡർ = 1 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ടേബിൾ റോ അല്ലേ, സോ ടേബിൾ റോ ആ ടാഗ് TR ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ടേബിൾ ഹെഡിങ് കൊടുക്കണം അല്ലെ. ഫസ്റ്റത്തെ ഹെഡിങ് എന്താ, റോൾ നമ്പർ, അതാ ടേബിൾ ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ കൊടുത്തു. അടുത്ത ടേബിൾ ഹെഡിങ് നെയിമും, അതും ടേബിൾ ഹെഡിൻ്റെ TH ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തു. ദെൻ അടുത്ത ടേബിൾ ഹെഡിങ് എന്താ, ക്ലാസ്, അതും TH ടാഗിൻ്റെ ഉള്ളിൽ നേരെ നമ്മൾ കൊടുത്തു. അത് തീർന്നു, ആ റോ തീർന്നു. അപ്പോൾ ആ ടേബിൾ റോ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത ടേബിൾ റോ ആണ് അടുത്തത് വരുന്നത്. അവിടെ നമുക്ക് ഹെഡിങ് അല്ല, ടേബിൾ ഡേറ്റ കൊടുക്കാനുള്ള. സോ ടേബിൾ ഡേറ്റ ടാഗിൻ്റെ TD ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ന് കൊടുത്തു, 100 കൊടുത്തു. അടുത്ത TD ടാഗിൻ്റെ ഉള്ളിൽ വിഷ്ണു എന്നുള്ളത് കൊടുത്തു. അടുത്ത TD ടാഗിൻ്റെ ഉള്ളിൽ C1 കൊടുത്ു. എന്നിട്ട് ആ റോയും നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത ടേബിൾ റോ ഓപ്പൺ ചെയ്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ അടുത്ത ടേബിൾ ഡേറ്റ 101, ടേബിൾ ഡേറ്റയുടെ ഉള്ള അനുപമ, TDയുടെ ഉള്ളിൽ C2 അത് കൊടുത്തു. ദെൻ ആ ടേബിൾ റോ ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ റോ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിലാണ് ടേബിൾ TD ടാഗിൻ്റെ ഉള്ളിൽ 102, TD ടാഗിൻ്റെ ഉള്ളിൽ ബിജു, TD ടാഗിൻ്റെ ഉള്ളിൽ A1. എന്നിട്ട് ആ ടേബിൾ റോ ക്ലോസ് ചെയ്തു. ലാസ്റ്റ് ടേബിൾ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട 7 ക്വസ്റ്റ്യൻസ് അല്ലേ. 1, 2, 3, 4, 5, 6 and 7 7 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇത് നിങ്ങളുടെ ഓൺ എക്സാമിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.